വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹസ്രത്ത് മൊഹാനി രണ്ടാമതും ജയിലിൽ കയറി. അങ്ങനെ രണ്ടാമതും ജയിലിൽ നിന്ന് മോചിതനായതുവരെ നമ്മൾ പറഞ്ഞെത്തിയില്ലേ. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം പറയാം. 1921 हसरत അഹമ്മദാബാദ് കോൺഗ്രസ് के इजलास में അഹമ്മദാബാദിലെ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി और ഹക്കീം അജ്മൽ ഖാൻ की അവരുടെ രണ്ടുപേരുടെയും മുഖാലഫത്ത് എതിർപ്പ് അതിൻ്റെ ബാവുജൂദ് ഉണ്ടായിരിക്കെ നിലനിൽക്കെ അപ്പോൾ രണ്ടാൾക്കാരും എതിർത്തിട്ടും മുക്കമ്മൽ ആസാദിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ കരാർദാദ് പ്രമേയം പേഷ്കി അവതരിപ്പിച്ചു. हसरत मुकम्मल आज़ादी का मुतालबा करने वाले हिंदुस्तान के पहले മുജാഹിദ് ആസാദി തെ. ഹസ്രത്താണ് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനി. ഹസ്രത്തിനെ മുക്കമ്മൽ ആസാദി का मुतालबा करने वाले ഹിന്ദുസ്ഥാനിലെ പഹലെ ആദ്യത്തെ മുജാഹിദ് ആസാദി തെ എന്താണ് സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു. ഹസ്രത്ത് മൊഹാനിക്കോ തീസരി ബാർ ഹസ്രത്ത് മൊഹാനിയെ മൂന്നാം പ്രാവശ്യവും 22 ഏപ്രിൽ 22 1922 2 साल के लिए 2 വർഷത്തിന് വേണ്ടി ജയിൽ ഭേജാ ഗയ. 2 വർഷത്തിന് വേണ്ടി എന്ത് ചെയ്യും ജയിലിലേക്ക് അയക്കപ്പെട്ടു. അവർ 1924 രഹാ ഹുയെ. അങ്ങനെ മൂന്നാം പ്രാവശ്യം ജയിലിൽ നിന്ന് എന്താണ് ഇദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് കെ ബജായെ മുസ്ലിം ലീഗ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെ നാത്ത ജോഡ് ലിയ. അങ്ങനെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഈ ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ 1942 हसरत मुस्लिम लीग के नुमाइंदे की हैसियत से कानपुर से यूपी असेंबली में के मेंबर चुने गए. അങ്ങനെ 1942 ഹസ്രത്ത് മുസ്ലിം ലീഗിൻ്റെ നുമായിന്ദയ്ക്ക് ഹൈസിയത്ത്, നുമായിന്ദ എന്ന് പറഞ്ഞാൽ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കാൺപൂരിൽ നിന്ന് UP അസംബ്ലിയിലേക്ക് മെമ്പർ, അതായത് MLA ആയി നടത്തും. മെമ്പർ ചുനകയെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഫിർ പാർലമെൻറ്റ് മെമ്പർ പോയി. അങ്ങനെ MLA ആയി നടത്തും, പാർലമെൻറ്റിലെ മെമ്പറായി. ഹിന്ദുസ്ഥാൻ കാ ആയിൻ മുക്കമ്മൽ ഹുവാ തോ. ഇന്ത്യയുടെ ഭരണഘടന പൂർത്തിയായപ്പോൾ ഹസ്രത്തിനെ ഉസ് പർ ദസ്തഖത്ത് കർനെ സെ യേ കഹ്കർ ഇൻകാർ കർ ദിയ. അദ്ദേഹം അതിൽ ഒപ്പുവെക്കുന്നതിന് ഈ കാര്യം പറഞ്ഞിട്ട് നിഷേധിച്ചു. എന്തെന്നാൽ യേ ഉൻകെ ഖ്വാബോं की ताबीर नहीं है. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ, ഈ ഒരു സ്വതന്ത്ര ഇന്ത്യ എന്നുള്ള അതിൽ നിന്നുള്ള പൂർണ്ണമായ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒപ്പുവെച്ചില്ല അതിൽ. ഹസ്രത്ത് മൊഹാനിക്ക് സീറത്ത് അവർ കിർദാർ കാ അന്ദാസ. അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയുടെ അന്ദാസ, അതിൻ്റെ അനുമാനം, അതിൻ്റെ ഊഹം ഇൻ ചന്ദ് വാക്യാസെ ക്യാ ജാ സക്താ ഹെ. ഈ ചില സംഭവങ്ങളിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്താസ പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് അനുമാനിക്കാം. അപ്പോൾ നമുക്ക് ഈ വസ്തുക്കളിൽ നമുക്ക് ഈ പറയുന്ന സംഭവങ്ങൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഏക മർത്തബ ഒരു പ്രാവശ്യം കാൺപൂർക്ക് ഏക സൗദാഗർ, കാൺപൂരിൽ നിന്നുള്ളൊരു കച്ചവടക്കാരൻ, ജോ ഹസ്രത്ത് ഹക്കീകത്ത് രക്തത്തെ ഹസ്രത്തിനെ വിശ്വസിച്ചിരുന്ന ഒരാൾ ഉൻസെ മിൽനെ ആയെ, അദ്ദേഹത്തിനെ എന്താണ് കണ്ടുമുട്ടാൻ വേണ്ടി വന്നു. തോ ദേക്ക, അങ്ങനെ കണ്ടു. വോ കുച്ച് ലിഖ് രഹ, അദ്ദേഹം എഴുതുകൊണ്ടിരിക്കുകയാണ്. യേ സലാം കർനെ കെ ബാദ് ശിക്കസ്താപൂരിയ പർ അദബ് കെ സാത്ത് ബൈഠ് ഗയെ. അങ്ങനെ അദ്ദേഹം സലാം പറഞ്ഞിട്ട് വളരെ തകർന്നിട്ടുള്ള ഭൂരി പറഞ്ഞ പനയോലൻ്റെ പായൻ്റെ മേലെ അദ്ദേഹം അങ്ങനെ അവിടെ ഇരുന്നു. വലിയ പൈസക്കാരൻ ബിസിനസ്മാനാണ് കാൺപൂരിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പായൻ്റെ മേലെ ഇരുന്നു. ഹസ്രത്ത് ലിഖ്തെ ജാത്തെ, അദ്ദേഹം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ ബീച്ച് മേ ഇടക്കിടക്ക് സൗദാഗർ സെ ബാത്ത് ബി കർത്തത്തെ, ആ കച്ചവടക്കാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹസ്രത്ത് കി പുസ്ത് പർ, ഹസ്രത്തിൻ്റെ പുറം ഭാഗത്ത് ഏക്ക് പട്ട പുരാന, ഒരു പട്ട എന്ന് പറഞ്ഞാൽ തോലിനാലുള്ള പുരാന പഴയ പർദ്ദ ലട്ടക് രഹാത്ത, ഒരു പഴയ എന്താണ് പർദ്ദ എന്ന് പറഞ്ഞാൽ കർട്ടൺ, അത് ലട്ടക് രഹാത്ത തൂക്കിയിട്ടുണ്ട്. ലട്ടക് രഹാന തൂക്കിയെടുക്കുക.
തൂക്കിയിടുക അർത്ഥം. ലട്ടക്കന തൂങ്ങിക്കിടക്കുക, അപ്പോൾ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പർദ്ദയ്ക്ക് ബീച്ചേഴ്സ്, അദ്ദേഹം പർദ്ദ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് കുച്ച് നിക്കാലത്തെ കുറച്ച് പുറത്തെടുക്കുന്നു. അവർ മുഹമ്മേ രക്കിലത്തെ എൻ്റെ വായിൽ വെക്കുന്നു. അവർ ഡെസ്കിൻ്റെ മേലിൽ രക്കി വെച്ചിട്ടുള്ള ഗുഡ് ശർക്കര, ഗുഡ്ക്കി ശർക്കരയുടെ ഡെലീസ ചെറിയ കഷ്ണത്തിൽ നിന്ന് തോട ഗുഡ് ഖാലേത്തെ കുറച്ച് ശർക്കര അയക്ക് കൂട്ടിയാണ്ട് തിന്നുന്നു. സൗദാഗർ സാഹിബ് ഹാമോഷീസെ ദേഖ്തേ രഹേ അദ്ദേഹത്തെ. അപ്പോൾ കച്ചവടക്കാരൻ വളരെ മിണ്ടാതെ സൈലൻ്റായിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ജബത്ത് പറഞ്ഞാൽ തടസ്സം. അപ്പോൾ തടസ്സം മാറിയപ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു തടസ്സം മാറിയപ്പോൾ ജബത്തിന് ഹുവാത്തോ ഹർസയ്ക്ക് അദ്ദേഹം വെളിവാക്കി സാബ് ക്യാ കാ ലേത്ത ഹേ, താങ്കൾ എന്താണ് തിന്നുകൊണ്ടിരിക്കുന്നത്? കുച്ച് ഹാദിം കോബി ആത്താവ്, ഈ ഒരു സേവകന് കൂടി നിങ്ങൾ നൽകൂ എന്ന് പറഞ്ഞു. ഹസ്രത്തിനെ പർദ്ദയ്ക്ക് പീച്ചേഴ്സ് മിട്ടിക്ക് ഹണ്ടിയ നിക്കാലി, അദ്ദേഹത്തിൻ്റെ ആ ഒരു കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരു മണ്ണിൻ്റെ ഒരു ചട്ടി അത് പുറത്തേക്ക് എടുത്തു. അവർ ജിസ്മെ അതിൽ സൂക്കി ഉണങ്ങിയ റൊട്ടികൾ പാനിയമേ വെള്ളത്തിൽ ബീഗി നിലയിൽ കുതിർന്ന നിൽക്കുന്നുണ്ടായിരുന്നു. ഹുയിത്തി വെള്ളത്തിൽ കുതിർന്ന നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ടിക്കണേ പഴയ റൊട്ടി ആയതുകൊണ്ട് ഒന്ന് മൈത്തം കിട്ടാൻ. അങ്ങനെ ഹസ്രത്തിനെ ഹണ്ടിയ സൗദാഗർക്ക് ആകെ രക്കർ കഹ, ഈ ആ ഒരു ചട്ടി അദ്ദേഹത്തിൻ്റെ കച്ചവടക്കാരൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, കാലോ തിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലോ എന്നുള്ളത് ആ തിന്നോളൂ എന്നുള്ള ആ ഒരു ഇതില്ല, ആ ഒരു ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഫക്കീറോ ഖാന തും റയീസ് നെസ് കാ സക്കോക, ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരുടെ ഭക്ഷണം നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് തിന്നാൻ സാധിക്കില്ല. സൗദാഗർ ആബ്ദീദ ഹോഗയെ, സൗദാഗറിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഹസ്രത്തിനെ കഹ, അദ്ദേഹം പറഞ്ഞു, ആജ് തീസര ഫാക്ക ഹെ, ഇന്ന് പട്ടിണിയുടെ 3-ാം ദിവസമാണ്. ശുക്ർ ഹെ, അള്ളാഹ്ക്ക് നന്ദിയുണ്ട്. സൂക്കി റോട്ടി മയസ്സർ ആകയി, വളരെ ഈ ഉണങ്ങിയ റൊട്ടി നല്ല എളുപ്പത്തിൽ ആയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ മയസ്സറായി. ബഡി തസ്കിൻ ഹോഗി, വലിയ സമാധാനമായി, കുറച്ച് തിന്നാൻ കിട്ടിയല്ലോ എന്നുള്ളവർക്ക്. ഹസ്രത്ത് പിന്നെ വേറൊരു സംഭവം, ഹസ്രത്ത് മുഷായറോൻമേ ബി ശരീക്ക് ഹുവാ കർത്തെ, അദ്ദേഹം മുഷാറകളിൽ പങ്കെടുത്തിരുന്നു. മുഷാറോമേ ബി ശരീക്ക് ഹുവാ കർത്തെ, മുഷാറകളിൽ പങ്കെടുത്തിരുന്നു. മുഷാറോക്കെ മുൻതസിമേ, മുഷാറകൾ സംഘടിപ്പിക്കുന്ന ആൾക്കാർ ഷുഅറാക്കോ കവികൾക്ക് സഫർ ഖർസി യാത്ര ഭത്ത, യാത്രക്കുള്ള ചിലവ്. അവർ കലാം സുനാനേക്ക മുആവസ, അതുപോലെ തന്നെ ഈ അവർ പാട്ട് പാടുന്നതിൻ്റെ അവരുടെ കലാം പറഞ്ഞാൽ അവരുടെ പാട്ടില്ലേ, അത് പാടുന്നത് കേൾപ്പിക്കുന്നതിൻ്റെ മുആവസ, അതിനുള്ളൊരു പകരം മുആവസ ബന്ദ്, അതിനുള്ളൊരു പ്രതിഫലം. മുആവസ ബന്ദിന് പകരം കൊടുക്കാനൊരു പ്രതിഫലം. ലിഫാഫേമെ കവറിൽ പേശ് കർത്തേത്തെ അത് നൽകിയിരുന്നു. ഒരു പ്രാവശ്യം ഹസ്രത്തിനെ മുഷാറമേ ഷിർക്കത്ത്, അദ്ദേഹം ഒരു മുഷാറയിൽ പങ്കെടുത്തു. ബാദുമേ കഴിഞ്ഞിട്ട് മുൻതസിമേനെ ഉൻകി ഖിദ്മത്ത് മേ അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ ലഫാഫെ പേശ് കിയ, അദ്ദേഹത്തിന് ആ ഒരു കവറ് അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഉन्होंने फ़ौरन അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, കെ മുझे സഫർ കാ ഖർച്ച് നഹി ചാഹിയെ, എനിക്ക് യാത്രാ ചിലവ് ആവശ്യമില്ല. मैंने सफ़र में कुछ खर्च नहीं किया, എനിക്ക് യാത്രയിൽ ഒരു ചിലവും ഉണ്ടായിട്ടില്ല. एक गार्ड ഒരു റെയിൽവേ ഗാർഡ് മുझे अपने साथ डब्बे में, അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു ബോഗിയിൽ ബിട്ടാക്കർ ലേ ആയ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. ടിക്കറ്റ് മേനെ ഖരീദാ നഹി, ഞാൻ ടിക്കറ്റും വാങ്ങിയിട്ടില്ല. വോ ഗാർഡ് ആജ് വാപ്പസ് ജാ രഹാ ഹൈ, അത് ഗാർഡ് ഇന്ന് മടങ്ങിപ്പോണ്ട്. അവർ എനിക്ക് അപ്പനെ സാത്ത് വാപ്പസ് ലേ ജായേഗ, എന്നെ അപ്പനെ സാത്ത് എൻ്റെ കൂടെ വാപ്പസ് ലേ ജായേഗ, എന്നെ കൂടെ തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ എനിക്ക് ഒരു യാത്രയിൽ ഒരു ചിലവുണ്ടായിട്ടില്ല. മുൻതസിമേനെ ബഹുത് സംഘാടകർ ഒരുപാട് പറഞ്ഞു. ലേക്കിൻ വോ ഇൻകാർ പർ അടേ രഹേ, അദ്ദേഹം ആ ഒരു നിഷേധത്തിൻ്റെ മേൽ, അദ്ദേഹം വാങ്ങൂല എന്നുള്ളതിൻ്റെ മേൽ അടേരേന ഉറച്ചു എന്നർത്ഥം. അവർ പോലെ പറഞ്ഞു, ജബ് മേനെ ടിക്കറ്റ് പർ ഖർച്ച് ഹി നഹി ക്യാ തോ ആപ്സെ ഇഹ്റാജാത് ലേനെ കാ ക്യാ സുവാലേ,
എനിക്കിങ്ങനെ ചിലവൊന്നും ഉണ്ടായിട്ടില്ല. अब जब मैंने ടിക്കറ്റ് पर कुछ खर्च भी नहीं किया तो എനിക്ക് ടിക്കറ്റ് മേൽ ഒന്നും ചിലവായിട്ടില്ലെങ്കിൽ അപ്പോൾ ആപ്സ് നിങ്ങളിൽ നിന്ന് ഇഖ്റാജാത്ത് ഇതുപോലുള്ള ഈ ഒരു ഇഖ്റാജാത്ത് എന്ന് പറഞ്ഞാൽ ചിലവുകൾ, അത് ഇഖ്റാജാത്ത് ലേനേക്ക ചിലവുകൾ സ്വീകരിക്കുന്നതിൽ ക്യാ സുവാൽ എന്ത് ചോദ്യമാണ്. അപ്പോൾ അത് അങ്ങനെ ചോദിക്കണ ആ ചോദ്യം എന്ത് ചോദ്യമാണ്. പിന്നെ വേറെ സംഭവം, ഹസ്രത്ത് മോനെ അപ്പിനെ ഏക്ക് ദോസ്ത് ഗർമേ മെഹ്മാൻ തെ, അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങായിൻ്റെ വീട്ടിൽ അതിഥിയായിരുന്നു. കടാക്കേക്ക് സർദി, വളരെ കൊടും തണുപ്പ് പെട് രഹീത്തി അവിടെ സംഭവിച്ചിരുന്നു. വലിയ തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. മേസ്ബാനെ അപ്പോൾ ആതിഥേയൻ ഉനെ ഏക്ക് കീമത്തി, അദ്ദേഹത്തിന് നല്ല വിലപിടിപ്പുള്ള കമ്പിളി ഊടിനെ കേലിയെ ഊട് എന്ന് പറഞ്ഞാൽ ഊടിന എന്ന് പറഞ്ഞാൽ ഊടിനെ കേലിയെ പുതക്കാൻ വേണ്ടിയിട്ട് നൽകി. ഹസ്രത്തിനെ വോം കമ്പിൾ ഉസ് ഖയാൽ സെ നെഹി ഊട, അദ്ദേഹം അത് പൊതിച്ചില്ല. നെയ് ഊടാറിനെ പൊതിച്ചില്ല. കാരണം എന്തൊക്കെയാ, വിദേശി മാല, ഇതൊരു വിദേശ സ്വത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പൊതിച്ചില്ലായിരുന്നു. ഹസ്രത്ത് രാത്രിയിലും രാത്രി മുഴുവൻ സർദിയുമേ തണുപ്പിൽ കാമ്പത്തെ രഹേ വരച്ചുകൊണ്ടിരുന്നു. മഗർ വോ കമ്പിൾ നെഹി ഊട, അദ്ദേഹം കമ്പിളി പൊതിച്ചില്ല. പിന്നെ ഹസ്രത്ത് ഏക്ക് സച്ച മദ്ഹബി ഇൻസാനത്തെ, അദ്ദേഹം വളരെയധികം ഒരു മദ്ഹബി എന്നാൽ മതപരമായിട്ടുള്ള നല്ല മനുഷ്യനായിരുന്നു. ഉന്മേ ബലാക്കി റവാദാരി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ബല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിൻ്റെ റവാദാരി പറഞ്ഞാൽ ശരി വെക്കുക. അപ്പോൾ ചിലപ്പോൾ റവാദാരി എത്തി, അപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളായിട്ടും എന്ത് ചെയ്യും, അദ്ദേഹം ഭയങ്കര സത്യസന്ധമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ഒരാളായിരുന്നു അർത്ഥം. മതത്തിൽ നല്ല വിശ്വസിച്ചിരുന്ന ആളായിരുന്നു, മതവിശ്വാസിയായിരുന്നു. പിന്നെ നേരത്തെ ഒരു മങ്കിബത്ത് അലാവ, അദ്ദേഹത്തിന് നേരത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്തുതിക്കുക, അതിൻ്റെ പകരം ശ്രീകൃഷ്ണൻ കി ഷാൻ മേ ബി സർ ലിഖേ. അപ്പോൾ എന്താണ് സ്തുതി അല്ലെങ്കിൽ നായത്ത് അതൊക്കെ എഴുതലുണ്ട്. അദ്ദേഹം മങ്കിബത്ത് പറഞ്ഞാൽ പ്രശംസ, അതൊക്കെ എഴുതലുണ്ട്. അതിൻ്റെ പുറമെ ശ്രീകൃഷ്ണൻക്ക് ഷാൻമേ, ശ്രീകൃഷ്ണൻ്റെ മഹത്വത്തിലും അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഹസ്രത്തിനെ പൂരി ജിന്ദഗി ജിദ്ദോ ജീതുമേ ഗുസാരി, അദ്ദേഹം വളരെ കഷ്ടപ്പാടിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ നമുക്കത് കഥയിൽ നിന്ന് മനസ്സിലായി. എനിക്ക് ജിന്ദഗി, അദ്ദേഹത്തിൻ്റെ ജീവിതം, മേ സാധകി പറഞ്ഞാൽ ലാളിത്യം, അതേമാതിരി തന്നെ ഹുദ്ദാരി ആത്മാഭിമാനം, അതേമാതിരി തന്നെ കലന്തരി പറഞ്ഞാൽ സന്യാസം. അപ്പോൾ ഭയങ്കര സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃദ് എന്നൊക്കെ പറയില്ല, അതെ. അതേമാതിരി തന്നെ ബേബാക്കി ധൈര്യം, പേടില്ലായ്മ, അതേമാതിരി തന്നെ ഉസൂൽ പസന്തി ആദർശവാദം, അതേമാതിരി തന്നെ ഹക്ക് കോയി സത്യസന്ധത, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ്. ജോസഫ് ഉസ്കി മിസാൽ മുഷ്കിൽ സെ മിലേഗി, അദ്ദേഹത്തിനെ പോലുള്ളൊരു അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾ, അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടൽ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടൽ. തഹരീക്ക് ആസാദിക്ക് സിൽസിലമേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യ സമര അതിൻ്റെ ആ ഒരു സിൽസിലയിൽ ആ ഒരു പരമ്പരയിൽ ഉനെ റയീസുൽ അഹ്റാർക്ക് ലഖബ് സെ യാദ് ഗയാ ഹെ, അദ്ദേഹം സ്വാതന്ത്ര്യ സമരാരികളുടെ നേതാവ് എന്നുള്ള ആ ഒരു സ്ഥാനത്തിൽ അറിയപ്പെടുന്നു. ഉൻക ഇന്തിക്കാൽ, അദ്ദേഹത്തിൻ്റെ മരണം 13 മെയ് 1951 को लखनऊ में हुआ, അവിടെയാണ് സംഭവിച്ചത്. ആജ് വോ ഫറങ്കിമാൽ ലക്നൗ കെ ഖബർസ്ഥാൻ അൻവാറെ ബാഗ് മേ, ലക്നൗവിലെ ഖബർസ്ഥാനിലെ അൻവാറെ ബാഗിൽ ദഫൻ ഹെ, അദ്ദേഹം മറമാടപ്പെട്ടിട്ടുണ്ട്. ലേക്കിൻ സച്ച് പൂശിയ, സത്യം ചോദിച്ചാൽ തോ ഉൻകി ജഗ ഹർ സച്ചെ മുഹിബെ വതൻ കെ ദിൽ മേ ഹെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം ഇപ്പോഴും എല്ലാവിധ എന്താണ് രാജ്യസ്നേഹികളെ മനസ്സിലും അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും.